നമസ്കാരം. ലോകത്തിൻ്റെ മുമ്പിൽ കേരളം വീണ്ടും തല ഉയർത്തിപ്പിടിക്കുന്ന ഒരു കേരള മോഡൽ സാധ്യമാക്കിയിരിക്കുകയാണ്. ഇന്ന് നവംബർ 1 കേരളത്തിൻ്റെ പിറവി ദിനം. ഒരുപക്ഷെ ലോകചരിത്രത്തിൽ തന്നെ അപൂർവമായി ഇന്ത്യയിൽ ഇതാദ്യമായി അതിദരിദ്രമായ ഒരു കുടുംബത്തെ പോലും കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ നിയമസഭ പ്രത്യേക യോഗം ചേർന്ന് അതിദരിദ്രരില്ലാത്ത കേരളമായി നമ്മുടെ സംസ്ഥാനം മാറിയതായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതോടെ 4 വർഷക്കാലം നീണ്ടുനിന്ന ശ്രദ്ധേയമായൊരു പ്രക്രിയയ്ക്ക് ആദ്യഘട്ട സമാപ്തി കുറിക്കുകയായിരുന്നു. 2021 മെയ് മാസം 20-ാം തീയതി രണ്ടാം ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസം, ഞങ്ങളെല്ലാം മന്ത്രിസഭയിലെ കന്നിക്കാരായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം, അന്ന് ചേർന്ന കേരളത്തിൻ്റെ മന്ത്രിസഭാ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ മുമ്പാകെ വെച്ചത് ഒരേ ഒരു അജണ്ട മാത്രമാണ്. ആ അജണ്ട അതിദരിദ്രരില്ലാത്തൊരു കേരളം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നായിരുന്നു. അന്നു തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിക്കപ്പെട്ട ക്യാബിനറ്റ് നോട്ട് 2025 നവംബർ 1 ഈ പ്രക്രിയ പൂർത്തിയാക്കും വിധം വിവരശേഖരണം മുതൽ അതിദരിദ്രം ഇല്ലാതാക്കുന്ന ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തീരുമാനമെടുത്തു. അതിദരിദ്രരായ മനുഷ്യർ, അവരുടെ മാനദണ്ഡമെന്ത്, അവരെ എങ്ങനെ കണ്ടെത്തണം, ഇതെല്ലാമായി ബന്ധപ്പെട്ട് വിദഗ്ധരുമായി കൂടി ആലോചിച്ചുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഗവൺമെൻറ്റിന് വേണ്ടി ഒരു പ്രഖ്യാപനം തന്നെ നടത്തി. അതുമായി ബന്ധപ്പെട്ട ക്രൈറ്റീരിയകൾ പ്രഖ്യാപിച്ചു. ആ ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിൽ ആ ക്രൈറ്റീരിയകളിൽ ഉൾപ്പെടുന്ന അതിദരിദ്രരായ കുടുംബങ്ങൾ എത്രയുണ്ട് എന്ന് കുടുംബശ്രീ അന്വേഷിച്ചു. 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. തികച്ചും ജനാധിപത്യപരമായി ഗ്രാമസഭകൾ ചേർന്ന് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള 64,006 കുടുംബങ്ങളുടെ ലിസ്റ്റ് പല ഘടകങ്ങളിൽ സൂക്ഷ്മതയോടെ ചർച്ച ചെയ്ത് അതിദരിദ്രരായ മനുഷ്യരെ കണ്ടെത്തുക എന്ന ഏറ്റവും ശ്രദ്ധേയമായ നടപടിക്ക് വളരെ സൂക്ഷ്മതയോടെ തന്നെ ഗവൺമെൻറ് നേതൃത്വം നൽകി അത് തയ്യാറാക്കി. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ഏറ്റെടുക്കുമ്പോഴും കേരളത്തിലെ എല്ലാ വകുപ്പുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഓരോ വകുപ്പും അതിദരിദ്രത്തിൽ നിന്ന് ഈ കുടുംബങ്ങളെ മോചിപ്പിക്കാൻ അവരുടെ വകുപ്പുകൾക്ക് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും നൽകി കൂട്ടായ ഉത്തരവാദിത്വത്തോടെ 4 വർഷക്കാലം നീണ്ടുനിന്ന ജനകീയമായൊരു പ്രവർത്തനത്തിനാണ് ഇവിടെ സമാപ്തി കുറിക്കുന്നത്. ലോകത്തിൻ്റെ മുമ്പിൽ ഒരുപാട് കേരള മോഡലുകൾ അവതരിപ്പിച്ച നാടാണ് ഈ കേരളം. കേരളത്തിൻ്റെ ഭൂതകാല ചരിത്രം തികച്ചും ഇരുണ്ടതാണ്. പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കിടന്ന് ആരാധന നടത്താനും പള്ളിക്കൂടത്തിൻ്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും മരിച്ചാൽ കുഴിച്ചിടാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് മണ്ണിൽ മാടം കെട്ടാനും മലയാളിക്ക് അവകാശമില്ലാതിരുന്ന അതിഭീകരമായ അയിത്തവും അനാചാരവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മുടിയഴിച്ചിട്ടാടിയ ഒരു കേരളം ഉണ്ടായിരുന്നു. ആ കേരളത്തെ നോക്കിയാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. ഭ്രാന്താലയമായിരുന്ന കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഈ കേരളം രൂപീകരിച്ചത് മുതൽ രംഗത്ത് വന്ന 957 ആദ്യത്തെ ഗവൺമെൻറ് മുതൽ ഇതുവരെയുള്ള ഗവൺമെൻറ്റുകൾ നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് കടന്നുപോയ കേരളത്തിൻ്റെ സമാനതകളില്ലാത്ത വിധം ചരിത്രത്തിൻ്റെ ചുമരുകളിൽ എഴുതി ചേർത്ത, തങ്കലിപികളാൽ എഴുതി ചേർത്ത ചരിത്രാധ്യായങ്ങളാണ്. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ കേരളം, എല്ലാവർക്കും ആരോഗ്യം പ്രദാനം ചെയ്ത കേരളം, ഊരൂട്ടമ്പലത്തിൽ നിന്ന് പുറത്താക്കപ്പെടുക മാത്രമല്ല പഞ്ചമിക്ക് അക്ഷരം പഠിപ്പിച്ചതിൻ്റെ പേരിൽ പള്ളിക്കൂടത്തിൻ്റെ തന്നെ അഗ്നിക്കിരയാക്കിയ അനുഭവങ്ങളിൽ നിന്ന് എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ അക്ഷരം പഠിക്കാൻ പള്ളിക്കൂടത്തിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ട കേരളം, സാക്ഷരത പഠിപ്പിച്ച കേരളം, ജനകീയാസൂത്രണം പഠിപ്പിച്ച കേരളം, തൊഴിലില്ലായ്മയ്ക്കെതിരായി എങ്ങനെ പ്രതികരിക്കണമെന്ന് അനുഭവങ്ങളോടെ മലയാളിയെ പഠിപ്പിച്ച കേരളം, ആ കേരളം ഇന്ന് നവകേരളത്തിലേക്കുള്ള യാത്രയിലെ പ്രധാനപ്പെട്ട ചവിട്ടുപടിയായി അതിദരിദ്രർ നമ്മുടെ നാട്ടിലുണ്ടാകില്ല നമ്മുടെ കാലത്ത് എന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കേരള മോഡലിൽ ഒരു പുതിയ അധ്യായം കൂടി. അതിദരിദ്രരില്ലാത്ത കേരളം കേവലം ഒരു പ്രഖ്യാപനം മാത്രമല്ല, അത് കേരളത്തിന് ഉയർത്തിയെടുത്തൊരു സംസ്കാരം കൂടിയാണ്. ഇന്ന് വരെ നാം കണ്ടെത്തിയ അതിദരിദ്രരായിട്ടുള്ള കുടുംബങ്ങളെ മുഴുവൻ മോചിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നാളെ ഇനി ദാരിദ്ര്യമേ ഉണ്ടാകില്ല എന്ന് നമുക്കെങ്ങനെ പറയാനാകും? ഒരു പക്ഷേ അതുണ്ടായാൽ അത് ഉടനടി പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിലൊരു സംസ്കാരത്തെ നമ്മൾ ഈ കേരളത്തിന് പരിചയപ്പെടുത്തി. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി,
വീടില്ലാത്തവർക്ക് വീട്, ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് താമസിക്കാനിടം, ഭക്ഷണം കഴിക്കാനൊന്നും പറ്റാത്തവർക്ക് സമ്പുഷ്ടമായ ഭക്ഷണം, ധാന്യങ്ങൾ കിട്ടാത്തവർക്ക് അതിനുവേണ്ടിയുള്ള പ്രത്യേക റേഷൻ കാർഡ്, ജോലിയില്ലാത്തവർക്ക് ജോലി, ജോലിക്ക് പോകാൻ പറ്റാത്തവർക്ക് ഉപജീവനം നടത്താൻ അവരുടെ കഴിവിനും ശേഷിക്കും പറ്റിയ സംവിധാനങ്ങൾ, ഇങ്ങനെ ഓരോ ഘടകങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെയാണ് ഇവർ അതിദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് അതിദാരിദ്ര്യത്തിൻ്റെ താഴ്വരകളിലേക്ക് വീണത്, അതിൽ നിന്ന് അവരെ മാറ്റി ജീവിതത്തിൻ്റെ നന്മയുടെ കൊടുമുടികളിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ദൗത്യത്തിനാണ് ഈ പിറന്നാൾ ദിനത്തിൽ അഭിമാനത്തോടെ കേരളം പ്രഖ്യാപനം നടത്തുന്നത്. ഇന്ന് 3.25 കോടി വരുന്ന മലയാളി, ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നുപോയ മലയാളി ലോകത്തിനോട് നെഞ്ചുയർത്തിപ്പിടിച്ച് ശിരസ്സുയർത്തിപ്പിടിച്ച് നിന്ന് പ്രഖ്യാപിക്കുകയാണ്, ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അതിദരിദ്രമില്ലാത്ത ഒരു നാടായി മാറി എന്ന അഭിമാനത്തോടു കൂടി പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് നവകേരളം. വികസനം ഭൗതിക ഘടകങ്ങളിൽ മാത്രമല്ല, ഭൗതിക സാഹചര്യങ്ങളിൽ മാത്രമല്ല, എല്ലാവർക്കും ഭൂമിയും വീടും, അതിദരിദ്രമില്ലാത്ത കേരളവും, എല്ലാവർക്കും സാമൂഹിക ക്ഷേമ പെൻഷനും, വീട്ടമ്മമാർക്ക് പോലും എല്ലാ മാസവും സാമൂഹിക ക്ഷേമ പെൻഷന് തുല്യമായ സംഖ്യയും ഒക്കെ കൊടുത്തുകൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നവകേരള യാത്രയിൽ ഈ ഗവൺമെൻറ്റിനെ സഹായിച്ച എല്ലാവരോടും ഹൃദയത്തിൽ തട്ടിയ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആ നവകേരളത്തിലേക്ക് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നടക്കാം. കേരള പിറവി ദിനത്തിൻ്റെ ആശംസകൾ. നമസ്കാരം.